സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ ആ ഫോണും തട്ടിയെടുത്ത് അവന്റെ ബൈക്കും ചവിട്ടിട്ട് ഓടി. എന്നിട്ട് അവന്റെ ഫോൺ എവിടെ? അതല്ലേ രസം. ഞാൻ ഓടി വരുമ്പം ഒരു ചെങ്ങാതി നിന്ന് ഫോൺ ചെയ്യുന്നു. പാന്റും കോട്ടും ഒക്കെയാണ് വേഷം. ഞാൻ അവന്റെ പോക്കറ്റിനകത്ത് മൊബൈൽ ഇട്ടിട്ട് അടുത്തുള്ള അമ്പലത്തേക്ക് ഓടിക്കേറി. 5 മിനിറ്റ് നേരം അവിടെ നിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അമ്പലത്തിലേക്ക് ഓടിക്കേറിയത്. എന്നിട്ട് അമ്പലത്തില് ദൈവമായിട്ട് ഓടിയുണ്ടാക്കിയോ? ഹേയ്, ദൈവങ്ങളൊക്കെ പാവങ്ങളല്ലേ, തല്ലാൻ വിളിച്ചാലും വരില്ല. അമ്പലത്തിലൊരു പാവം മുയൽക്കുട്ടിയെ കൈകിട്ടി. അതിനെ നന്നായിട്ടൊന്ന് ഉടച്ചു വാർത്തു. എങ്ങനെ? അമ്പലത്തിൽ മുയൽക്കുട്ടിയോ? ആ, ഞാൻ അമ്പലത്തില് ഒളിച്ചും പാത്തുമൊക്കെ നിന്നപ്പം ഞാൻ കാരണം ദൈവത്തിനെ കാണാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഒരു ഭക്തവീര ഞാൻ വീടു അളിയാ. അല്ല അച്ഛാ, ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തങ്ങ് വിട്ടു. ആ കൊച്ചുണ്ടാപ്രി ജീവനും കൊണ്ടോടി. കേട്ടില്ലേ, അമ്പലത്തിൽ തൊഴാൻ വന്നവരോട് പോലും അടിയുണ്ടാക്കിയിരിക്കുന്നു. നോ 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 നോ, അത് ചുമ്മാ സമയം പോകാൻ വേണ്ടി ഞാൻ ഒരു ഷോ കാണിച്ചതാ. എന്റെ ഈശ്വര, ഇവള് കാരണം എന്തൊക്കെ കുഴപ്പങ്ങളാണോ ഉണ്ടാവാൻ പോകുന്നേ. ഒരുത്തിന്റെ ഫോൺ തട്ടിയെടുത്ത് വേറൊരുത്തിന്റെ പോക്കറ്റിൽ അത് കൊണ്ടിട്ടിരിക്കുന്നു. അമ്പലത്തിൽ തൊഴാൻ വന്ന ആരോടോ വഴക്കും ഉണ്ടാക്കി. അല്ല മോളു, ഈ കോട്ടുകാരനെ കണ്ടുപിടിക്കണ്ടേ? ഫോൺ തിരികെ വാങ്ങണ്ടേ? അവൻ ആ ഫോൺ എപ്പോഴെങ്കിലും ഓൺ ചെയ്യും. ഞാൻ അവനെ വിളിച്ചോണ്ടേയിരിക്കും. അവൻ എപ്പോഴെങ്കിലും ഫോൺ എടുക്കും. അത് നിന്റെ ഫോണല്ലല്ലോ. നിനക്ക് നമ്പർ അറിയോ വിളിക്കാൻ? നമ്പരൊക്കെ ഞാൻ കളക്ട് ചെയ്യും. അല്ലെങ്കിൽ ഈ നാട്ടിലെ സർവ്വ പയ്യന്മാരുടെ ലിസ്റ്റ് എടുത്ത് ഓരോരുത്തരുടെയും അടുത്ത് ചെന്ന് നോക്കി കണ്ടുപിടിക്കും. ഞാൻ നിനൈത്തതേ മുടിപ്പവൾ, ആരുടെയും മുന്നിൽ മുട്ടുകുത്താത്തവൻ. കർണനും നെപ്പോളിയനും ഭഗത് സിംഗും ഒന്നുമല്ല ഗീതാമേ എന്റെ ഹീറോ. ജാൻസി റാണിയാണ് എന്റെ ഹീറോ, അല്ല ഹീറോയിൻ. ഞാൻ നിയമം പഠിച്ചതേ കേസുകൾ ഏറ്റെടുത്ത് വാദിച്ച് ജയിക്കാനാ. നോക്കിക്കോ, ഏതെങ്കിലും നല്ലൊരു വക്കീലിന്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്ത് ഞാനൊരു സ്വതന്ത്ര വക്കീലായതിനു ശേഷം നീതി കിട്ടാത്ത സർവ്വ പെണ്ണുങ്ങളുടെയും കണ്ണുനീര് തുടച്ചു മാറ്റും. നിങ്ങളാണോ അതോ അവളാണോ അച്ഛൻ? എടി ഭാര്യ, ഇക്കാലത്ത് പെണ്ണുങ്ങൾക്ക് കുറച്ച് ധൈര്യം വേണം, ബലം വേണം. അതെ, ഇങ്ങോട്ടൊന്ന് കിട്ടിയാൽ അങ്ങോട്ടും കൂടെ കൊടുക്കാനുള്ള കരുത്ത് വേണം. അത് വേണം. പക്ഷേ ഈ മോളെ വഴക്കും ബഹളവും മാത്രം അന്വേഷിച്ച് നടക്കുക. ആരുടെങ്കിലും കയ്യിൽ നിന്ന് ശരിക്ക് കിട്ടും. കാര്യമായിട്ടൊന്ന് ഉപദേശിക്കണം. വരട്ടെ, ഞാൻ അവളെ ശരിക്കും ഒന്ന് ഉപദേശിക്കുന്നുണ്ട്. ഇനിയിപ്പൊ ഫോൺ കോട്ടിലിട്ട് പോയ കോട്ടുകാരനെ അന്വേഷിച്ചിറങ്ങും. അതൊന്നും വേണ്ടെന്ന് പറയണം. ഞാനേ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരാം. എന്നിട്ട് ആടി പൊളിയായി അവളെ ഒന്ന് ഉപദേശിക്കുന്നുണ്ട്. ഉപദേശിക്കാൻ നാളും തീയതിയൊക്കെ നോക്കണോ? ഇന്ന് എന്നെ ഉപദേശിച്ചുകൂടായിരുന്നോ? അതെ, ഉള്ളത് പറയാലോ, എനിക്കും അവളൊരു അല്പം പേടിയാ. ഹലോ പൂജ. ഞാൻ കരുതി ഞാൻ ഹലോന്ന് നീട്ടി വിളിച്ചപ്പോ സാർ പൂജാന്ന് നീട്ടി വിളിക്കുംന്ന്. അപ്പൊ എനിക്കൊരു സന്തോഷാവുമായിരുന്നു. തനിക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യം ഞാൻ പറയാൻ പോവാ. എന്താ സർ? ഞാൻ ഓഫീസിലിരുന്ന് ഇന്ന് ഈ സമയം വരെ വിചാരിച്ചത് അത്രയും തന്നെ കുറിച്ചാണ്. എന്താണെന്നറിയില്ല, തന്നെ കുറിച്ചുള്ള ചിന്തകളാ മനസ്സിൽ നിറഞ്ഞു വന്നേ. താൻ അന്ന് എന്റെ ഓഫീസിൽ വന്നത് മുതൽ ഇന്ന് ഈ നിമിഷം വരെയുള്ള കാര്യങ്ങൾ. താങ്ക് യു സർ. എന്നെ കുറിച്ചും വിചാരിക്കാൻ ഒരാളുണ്ടാവുക എന്നത് എത്ര വലിയ സന്തോഷ. ഞാനിപ്പോ വല്ലാത്ത ഫീലാ. സാറിന്റെ മനസ്സ് മുഴുവൻ ഞാനായിരുന്നു എന്ന് കേട്ടപ്പോൾ ഒരു ത്രില്ല. ഒരു കാര്യം കൂടി ഞാൻ ഉറപ്പിച്ചു, 3 മാസത്തിനുള്ളിൽ തന്റെ അച്ഛനും അമ്മയും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. സർ അതെടോ,
തനിക്കൊരു വാക്ക് തന്നാ ഞാനത് പാലിക്കും. അതുകൊണ്ട് ആദ്യം വാക്ക് തരാമെന്ന് കരുതി. എങ്ങനെ അന്വേഷിക്കണം, എവിടുന്ന് അന്വേഷിക്കണം ഒക്കെ ഇനി വേണം ആലോചിക്കാൻ. സാർ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും കരുതലിനും എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. താലി കെട്ടിയ പെണ്ണിനോട് എന്റെ കടമയാടോ അത്. ആ, തനിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കേൾക്കാൻ ഞാൻ റെഡിയായിട്ടിരിക്കുക. അത് 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 ഞാൻ സർപ്രൈസ് ആയിട്ട് പറഞ്ഞാ പോരെ? മതി, അത് മതി. ആ സർപ്രൈസ് വാചകങ്ങൾ കേൾക്കാൻ ഞാൻ കാത്തിരിക്കുക. ഓക്കെ സർ. ഓക്കെ. സാറ് താലി കെട്ടിക്കഴിഞ്ഞു. ഞാൻ സാറിന്റെ ഭാര്യയായി. പക്ഷേ എന്റെ മനസ്സിലുള്ള സ്നേഹവും പ്രേമവും ഇഷ്ടമൊന്നും ഓപ്പണായിട്ട് സാറിനോട് പറഞ്ഞിട്ടില്ല. സാറ് കരുതുന്നുണ്ടാവും ഞാൻ ഒരുമാതിരി ജാടയായിരിക്കുമെന്ന്, അല്ലെങ്കിൽ ഈഗോ ആയിരിക്കുമെന്ന്. രണ്ടുമല്ല സർ. അതിന്റെ പേര് ചമ്മലെന്നാ, നാണമെന്നാ. ഒരു മുറിയില് ഇത്രയും ഇടപഴകി ജീവിക്കുന്നവരാ നമ്മൾ. ഒരു മുറിയെ ഒരു ലോകമാക്കി ജീവിക്കുന്ന രണ്ടുപേർ. നമ്മളെപ്പോലെ വേറെ ആരും കാണില്ല. പക്ഷേ ചില കാര്യങ്ങളിൽ അതുപോലൊരു അകൽച്ചയും. അയ്യോ, അകൽച്ച എന്ന് പറയുമ്പോ ദേഷ്യം കൊണ്ടുള്ള അകൽച്ചയല്ല കേട്ടോ, സ്നേഹം കൊണ്ടുള്ള അകൽച്ച. അതുകൊണ്ട് നമ്മുടെ ഇടയില് ചില കാര്യങ്ങള് ഹൃദയം തുറന്നു പറയാൻ എന്തോ ഒരു എന്താ പറയാ, ഒരു ഉൾവലിവ്. മനസ്സിൽ വാക്കുകളുണ്ടെങ്കിലും അതങ്ങോട്ട് നാവിലേക്ക് വരുന്നില്ല. എന്തായാലും സാറിനോടൊരു സന്തോഷ വാർത്ത അറിയിച്ചു. എന്റെ യഥാർത്ഥ അച്ഛനമ്മമാരെ കണ്ടുപിടിക്കുന്നു. അപ്പോ എന്റെ മനസ്സിന്റെ സന്തോഷവും ഞാൻ സാറിനെ അറിയിക്കേണ്ടതല്ലേ? പക്ഷെ പറഞ്ഞില്ലേ, എന്തോ ചമ്മല്, നാണം. പക്ഷേ എന്നാലും ഞാനത് അറിയിക്കാൻ പോവാ. എങ്ങനെയാണെന്നോ? സാർ കണ്ടുപിടിച്ച ആ പഴയ ടെക്നിക്ക്, സാർ ഒരിക്കൽ ചെയ്ത ആ ടെക്നിക്ക്, ടോയ് മെസ്സേജ്. ആ ടെക്നിക്കിൽ കൂടി എന്റെ ഹൃദയം പൂർണ്ണമായിട്ട് ഞാൻ സാറിനെ അറിയിക്കാം. സർ, ഞാനപ്പോ തുടങ്ങാൻ പോവാ. എന്റെ പ്രിയപ്പെട്ട സർ, അത് വേണ്ട, അത് നാടക രീതിയായിപ്പോ. എന്റെ അജുവേട്ട, അജുവേട്ടൻ സംഗതി പറയാൻ സുഖാണെങ്കിലും അർജുൻ സാർ എന്ന് വിളിക്കുമ്പോഴാ കൃത്യമായ ഫീലിംഗ്. ഏട്ടാന്ന് വിളിക്കുന്നതിന്റെ എത്രയോ ഇരട്ടി ഫീലാ സാറെന്ന് വിളിക്കുമ്പോ. അപ്പൊ എന്തായാലും സാറെന്ന് തന്നെ വിളിക്കാം. എന്റെ സർ. സൂപ്പർ, അത് മതി. എന്റെ സർ, ആ വിളിയിലൊരു സുഖമുണ്ട്. സാറേ, സാർ എന്റേതാണെന്നൊരു തോന്നലുണ്ട്. എന്റെ മാത്രമാണെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അത് മതി. എന്റെ സർ. അത് കഴിഞ്ഞ പിന്നെ എന്ത് പറയാനാ? ആദ്യത്തെ
ആദ്യത്തെ വരി പറയുമ്പോ ബാക്കിയുള്ളതൊക്കെ സ്വാഭാവികമായിട്ട് വരുമായിരിക്കും. നേരത്തെ എഴുതി തയ്യാറാക്കിയൊന്നും പറയണ്ട. അപ്പൊ ഞാൻ തുടങ്ങാണേ സർ. എന്റെ മനസ്സിലുള്ളതൊക്കെ ഇതാ പറഞ്ഞു തുടങ്ങാം. ഓക്കെ സർ, ഞാനിതാ എന്റെ ഹൃദയം ഇവിടെ വെക്കുന്നു. സാർ ഈ ഹൃദയം കണ്ടുപിടിച്ച് ആ ഹൃദയത്തിന്റെ അറയിലേക്ക് നോക്കണം. അപ്പൊ മനസ്സ് വായിക്കാൻ പറ്റും. എന്റെ ദേവി, എന്റെ മോനോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നു ഈ മൂക്ക്. പ്രിയ, ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയാ, എത്രയും പെട്ടെന്ന് തന്നെ നീ അഖിലിനെ കല്യാണം കഴിച്ച് ആ വീട്ടിലെ അംഗമാവണം. എന്റെ സാക്ഷി അതിന്റെ കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുക. മധു ആന്റിയും ഇപ്പൊ ഇങ്ങോട്ടായിട്ട് എന്നോട് പറഞ്ഞു. ആ മുത്തശ്ശി തള്ളയ്ക്കും അഖിലിന്റെ കാര്യം മനസ്സിൽ വന്നിട്ടുണ്ട്. അങ്ങനെ മനസ്സിൽ കിടന്നിട്ട് കാര്യമില്ല. വിഷയം വീട്ടിൽ അവതരിപ്പിക്കാനുള്ള സിറ്റുവേഷൻ നീ ഉണ്ടാക്കണം. പെട്ടെന്ന് തന്നെ കല്യാണം നടക്കണം. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അർജുൻ നിന്നെ കല്യാണം കഴിക്കുമെന്ന് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കണ്ട. ഇനിയിപ്പോ നമ്മള് സേഫ് ആകണം. അതിന് എത്രയും പെട്ടെന്ന് നീ അഖിലിനെ കല്യാണം കഴിക്കണം. അഖിലിനെ ഞാൻ തൽക്കാലം കല്യാണം കഴിക്കാം. പക്ഷേ എന്റെ ലക്ഷ്യം അർജുൻ തന്നെയാ. അർജുനെ എനിക്ക് കിട്ടില്ലെന്ന് സാക്ഷിയല്ല ദൈവം തന്നെ പറഞ്ഞാലും ഞാൻ മൈൻഡ് ചെയ്യില്ല. ഓക്കെ, നീ അങ്ങനെ വിശ്വസിച്ചിരിക്കുകയാണെങ്കിൽ ഞാനതിലൊന്നും പറയുന്നില്ല. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. പക്ഷേ കേസിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ നീ അഖിലിനെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം. എനിക്ക് മനസ്സിലാവുന്നുണ്ട് സാക്ഷി. അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ നീ അഖിലിന്റെ ഭാര്യയായ വീട്ടിലെ ഒരു അംഗമായി. അപ്പോ നിനക്കെതിരെ കേസ് ബലപ്പെടുത്താൻ അർജുന് ധൈര്യം വരില്ല. അനിയന്റെ ഭാര്യയെ ഒരു കൊലക്കേസുമായി ബന്ധിപ്പിച്ച ആകെ ചീത്തപ്പേരാ. പിന്നെ അഖിലും ഇടപെടും. ഭാര്യക്കെതിരെ നിൽക്കുന്ന അർജുനെ അഖില് ഡീൽ ചെയ്യും. ഏത് രീതിയിൽ നോക്കിയാലും അഖിലിനെ കല്യാണം കഴിച്ചാ നമ്മൾ സേഫാ. ഓക്കെ സാക്ഷി, ഓക്കെ, ഇനി വൈകിക്കില്ല. ഗുഡ്. ആ വീട്ടില് ഈ കല്യാണം എതിർക്കുന്നവരെ നീ ഡീൽ ചെയ്യണം. എതിർക്കുന്ന പ്രധാനപ്പെട്ട ആള് പൂജ. പൂജ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയാം. പൂജയെ ഡീൽ ചെയ്യുന്നതിന് മുൻപ് അഖിലിനെ ഡീൽ ചെയ്യും. അവന്റെ മനസ്സിലേക്കൊന്ന് കയറാൻ നോക്കുന്നേ. അവിടുത്തെ ആൾക്കാരുടെ താല്പര്യങ്ങൾ ഒന്ന് അറിഞ്ഞു വെക്കണം. പിന്നെ അഖിലിന് പ്രണയമൊന്നും ഇല്ലല്ലോ അല്ലേ? ഏയ്, റോഡിന്റെ ഇടത്തൂടെ പോയി വലത്തൂടെ വരുന്ന ആള്. ഒരു പെണ്ണ് പ്രേമിക്കാൻ വന്നാൽ തന്നെ അവനോടി രക്ഷപ്പെടും. പ്രേമോന്ന് വെച്ചാ എന്താന്ന് തന്നെ അവനറിയാമോ എന്തോ. അങ്ങനെ ഒരാളെ വലയിലാക്കാൻ എളുപ്പമാ. അവന്റെ മനസ്സ് നീ കീഴ്പ്പെടുത്തണം. എന്തിനായിരിക്കും ആ പെണ്ണ് ഈ മൊബൈൽ എന്റെ പോക്കറ്റ് ഇട്ടത്? ഒന്ന് ഓൺ ചെയ്ത് നോക്കിയാലോ? വേണ്ട, ഓൺ ചെയ്യരുതെന്നാണ് ആ പെണ്ണ് പറഞ്ഞത്. ആ പെണ്ണ് പറഞ്ഞ വാക്ക് പാലിക്കണം.
ഇത്രയും നേരമായിട്ട് എന്താ മനസ്സിൽ നിന്ന് പോവാത്തത്? ആരായിരിക്കും അത്? എന്നെ അറിയായിരിക്കൂ? ഇല്ല, പറയാൻ പറ്റത്തില്ല. ചിലപ്പോ അറിയായിരിക്കും. എന്നെ അന്വേഷിച്ച് ഇവിടെ ചിലപ്പോ വന്നേക്കും. പേടിപ്പിച്ചു കളഞ്ഞല്ലോ. അത് ശരി, വാദി ഇപ്പൊ അങ്ങ് പ്രതിയായോ? നിന്റെ ഒറ്റയ്ക്കുള്ള സംസാരവും ആക്ഷനും ഒക്കെ കണ്ടിട്ടേ ഞങ്ങളാ ആകെ അങ്ങ് പേടിച്ചു നിന്നത്. അനിയാടാ, എന്താടാ കാര്യം? ഒറ്റയ്ക്കൊരു സംഭാഷണമൊക്കെ എന്തൊറ്റയ്ക്ക് സംസാരിച്ചു? കമ്പനിക്കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ചതാ. ഒരുപാട് കണക്കൂട്ടലുകളൊക്കെ ഇല്ലേ? അയ്യോ, പിന്നെ ഞങ്ങൾക്കറിയാത്ത കമ്പനിക്കാരുമാണല്ലോ. കാര്യം എന്താന്ന് പറ. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചേടാ, സ്വന്തം വീട്ടിലെ സ്വന്തം മുറി നിന്ന് എനിക്കൊരു ആത്മഹത്യ നടത്താനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? അമ്മേ, ഞാനൊരു കാര്യം പറയാം. എന്താ മോനെ? എത്രയും വേഗം ഇവനെ പിടിച്ചൊരു പെണ്ണ് കെട്ടിക്കണം. അച്ഛനോടും കൂടി പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് കാര്യമായിട്ടൊരു ആലോചന അങ്ങ് നടത്താം. രാത്രിയിൽ ഒറ്റയ്ക്ക് നിന്നുള്ള സംസാരം തുടങ്ങിയാലേ കുഴപ്പമാണെന്ന് അർത്ഥം. വേണ്ട വേണ്ട, എനിക്ക് കല്യാണം കഴിക്കാൻ സമയമാകുമ്പോ ഞാൻ പറഞ്ഞോളാം. ഇതേതാ പുതിയൊരു ഫോണ്? നമുക്കെല്ലാവരും ചേർന്ന് ഈ കള്ള കുറുക്കന്റെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കണം. ഞാൻ പറയാം, ഫോൺ തന്നാ പുതിയ സാരി അമ്മയ്ക്ക് ഞാൻ വാങ്ങിച്ചു തരും. അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന സാരി. അത് വേണ്ട പ്ലീസ്. അമ്മയുടെ കാര്യം ശരിയാവത്തില്ല. സെന്റിമെന്റ്സിൽ വീണു പോകും. പ്ലീസ് പ്ലീസ്. എടാ, എന്റെ അവകാശത്തെ കൈവെക്കരുത് പ്ലീസ്. ഫോൺ കമ്പനി ഫോണാണെന്നല്ലേ പറഞ്ഞേ? അപ്പോ ഈ കുടുംബത്തിന് മുഴുവൻ ആവശ്യപ്പെടാം. അത് സത്യം. എന്തായാലും ഈ ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. പാസ്വേഡ് പറ. പാസ്വേഡ് ഞാൻ പറഞ്ഞുതരാം. പാസ്വേഡ് ഞാൻ പറഞ്ഞുതരാന്ന്. ഞാൻ പറഞ്ഞുതരാന്ന്. കക്ഷിയുടെ പേരെന്താ? അക്ഷയുടെ പേര് അക്ഷയ. ഞാൻ കോടതിയില്ല. അതൊക്കെ ഏട്ടന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ. കമ്പനിയിൽ ക്ലയന്റ് എന്നാ പറയുന്നത്. എന്നാ ആരാ ക്ലയന്റ്? ഒന്ന് ചുമ്മാ ചേട്ടാ. അഖിൽ അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല, അതെനിക്ക് ഉറപ്പാ. അതെന്താ എനിക്ക് അങ്ങനെ ഒരു ചിന്ത വന്നാ? എനിക്കതൊന്നും പറ്റത്തില്ലെന്നാണോ അമ്മ പറയുന്നത്? നീ എന്റെ കുഞ്ഞാവല്ലടാ. എന്റെ മോന്റെ മനസ്സിൽ കമ്പനിയുടെ കാര്യങ്ങളേ ഉള്ളൂ. ഞാനും ഏട്ടനും കൂടി ഒരു തമാശ കാണിച്ചതല്ലേ. മക്കള് പാലുടി. കുടിച്ചോ. മക്കളെ അഖിലേ, എന്ത് മനസ്സില് ലഡു ഒന്നും പൊട്ടിത്തുടങ്ങിയിട്ടില്ലല്ലോ? ലഡു പൊട്ടാറാകുമ്പം ഞാൻ തന്നെ ഏട്ടനോട് അങ്ങ് അറിയിക്കാം കേട്ടാ. ശരി, ചെല്ലി പൊക്കോ. കൊച്ചു കുഞ്ഞിനെ പോലെയാണ്. പ്രണയത്തി വീണുള്ള പ്രായമായി. ആയാലും ആയില്ലെങ്കിലും ആ പെണ്ണിന്റെ മനസ്സിലേക്ക് കയറി വന്ന് കഴിഞ്ഞു. ഇനി ഇറങ്ങി ഇവിടെ ഇത്തിരി പ്രയാസമാണ്. എന്താടി കഴിക്കുന്നില്ലേ? സ്നേഹ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ആണോടി? നിനക്ക് എന്തിനു ദേഷ്യം വരുന്നേ? നിനക്കും ദേഷ്യം വരുന്നുണ്ടോ? സ്നേഹ, ഇത് ഇത്തിരി ഓവറാണ്. 2 റിസ്കാ നിന്റെ തലയിൽ വന്ന് വീണിരിക്കുന്നത്. ഒന്ന്, ആ കിഷോറിന്റെ ഫോൺ ഏതോ ഒരാളുടെ പോക്കറ്റിലിട്ടു, അവൻ അതും കൊണ്ടുപോയി. റിസ്ക് 2, ആ ഫോണിൽ ആ പാവ ആൻസിയുടെ വീഡിയോ ഉണ്ട്. അങ്ങനെ 2 പേരോടാ നീ സമാധാനം പറയേണ്ടത്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരുന്ന് വെട്ടുപിഴുകുന്നു.
പൊന്നു മോളെ, ആഹാരം കഴിക്കുന്നില്ലാന്ന് വെച്ച് ഫോൺ തിരികെ കിട്ടാൻ പോകുന്നോ? ഇല്ലല്ലോ. ചിക്കനൊക്കെ ഇപ്പൊ എന്താ രുചി? മതി, നിർത്ത്. ഇല്ല, ഇനിയും കഴിക്കണം. 2 പ്ലേറ്റും കൂടി. സ്നേഹ പ്ലീസ്, ആൻസിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്ക്. എടി കൊച്ചേ, ആൻസിയെ സഹായിക്കാനായിട്ട് ഇറങ്ങിട്ടെ കുറ്റം മൊത്തം ഇപ്പൊ എന്റെ തലയാണല്ലോ. പ്രേമിച്ച് നടക്കുമ്പോഴേക്കേ ഇതൊക്കെ ആലോചിക്കണമായിരുന്നു. ഓരോ പ്രേമിസ്റ്റുകള്. ദേ, ഒരു കാര്യം ഞാൻ വാക്ക് തരാം. ആൻസിയുടെ വീഡിയോ കാരണം അവക്ക് ഒരു കുഴപ്പം ഉണ്ടാകാൻ പോണില്ല. അത് ഞാൻ തന്നെ കണ്ടെത്തി നശിപ്പിക്കും. അത് ഞാൻ അവളെ വിളിച്ച് പറഞ്ഞിട്ടുമുണ്ട്, അവക്ക് മനസ്സിലായിട്ടുമുണ്ട്. പക്ഷേ ആ ഫോൺ ഏതോ ഒരുത്തന്റെ കയ്യിലല്ലേ? അതെ. അപ്പൊ അതെങ്ങനെ നിന്റെ കയ്യിൽ വരും? എന്താ നാട് മുഴുവൻ നീ അവൻ അന്വേഷിച്ച് നടക്കൂ? ഹേ, അതെന്തായാലും നടക്കാത്ത കാര്യമാണല്ലോ. അതല്ലാതെ തന്നെ ഞാൻ അവനെ വരുത്തും. അതെങ്ങനെ വരുത്തും? അതൊക്കെയുണ്ട്. അയ്യോ ഡി കിഷോർ. സ്നേഹേ വാ, നമുക്ക് രക്ഷപ്പെടാം. ഫോൺ പോയ ദേഷ്യത്തിൽ അവരെന്തും ചെയ്യും. ചേട്ടാ, 3 ഐസ്ക്രീം കൂടി വേണേ, പിന്നെ ബില്ലും കൂടി. ഓക്കെ മേഡം. നീ വാ. സ്നേഹ, വഴക്ക് വേണ്ട. ആ മൊബൈൽ ഇങ്ങ് തിരിച്ചു തന്നേക്ക്. ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അവളെ എന്നെ ഡിലീറ്റ് ചെയ്തിട്ട് തന്നാ മതി. അയ്യടാ, ആളങ്ങ് സാധു ശിശുപാലനെ പോലെ ആയല്ലോ. എനിക്കറിയായിരുന്നു പാച്ചുവും ഗോപാലിനും കൂടി എന്നെ അന്വേഷിച്ച് ഇവിടെ എത്തുമെന്ന്. സോറി സ്നേഹ, നിന്റെ അച്ഛൻ SP-യുടെ അടുത്ത ഫ്രണ്ടാണെന്ന് അറിഞ്ഞു. പ്ലീസ് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. ആ ഫോൺ ഞാൻ അന്നേക്ക്. പ്ലീസ് സ്നേഹ. മേഡം ബിൽ. അളിയ, ദാ ആദ്യം ഈ ബില്ല് അങ്ങ് സെറ്റിൽ ചെയ്യ്. ബാക്കി നമുക്ക് സാവകാശം സംസാരിക്കാം.